റൂട്ട് 6 ബൈ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 3. ഇതെങ്ങനെ എഴുതാം നമുക്ക്? റൂട്ട് 6 നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 2 ഇൻറ്റു 3 എന്ന് എഴുതാം. അടിയിലത്തെ അതെങ്ങനെ എഴുതാം? ഏത് ഇതിന്റെ വാല്യൂ ഇല്ല. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് കളയും, സ്പ്ലിറ്റ് ചെയ്തിട്ട്. ഏതാ? മോളിലത്തെ റൂട്ട് 6 അല്ലേ? റൂട്ട് 6 നമുക്ക് ഒരെണ്ണം അല്ലടാ, ഫോർമുല എന്തായിരുന്നു? മോഡ് എ ഡോട്ട് ബി എന്താ? റൂട്ട് 6 കിട്ടി. റൂട്ട് 6 ബൈ മോഡ് എന്ന് പറയുന്നത് റൂട്ട് 3യും 2 അല്ലേ വരുള്ളൂ ഇവിടെ? 2 അല്ലല്ല 2 ഓണാക്കിയായിരുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ്. ഫൈൻഡ് ആംഗിൾ. രണ്ട് വെക്ടർ വന്നിട്ടുണ്ട്, അതിന്റെ ആംഗിൾ ബിറ്റ്വീൻ ദമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ പോലെ ആംഗിൾ ബിറ്റ്വീൻ ദമ്മാണ് cos θ ഈക്വൽ ടു എ ഡോട്ട് ബി ബാർ ബൈ മോഡ് എ ഇൻറ്റു മോഡ് ബി. cosine 10 by അതിനോട് 5/7. ആൻസർ cos ഇൻവേഴ്സ് 5/7. ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, ഡോട്ട് ഡോട്ട് എടുക്കുക. അടുത്തത് ഫൈൻഡ് ദി പ്രൊജക്ഷൻ ഓഫ് ദി വെക്ടർ ആണ് ചെയ്യുന്നത്. പ്രൊജക്ഷൻ കണ്ടുപിടിക്കണം. ഫൈൻഡ് ദി പ്രൊജക്ഷൻ of the vector I minus j on the vector I plus j. അപ്പൊ I minus j എന്നുള്ള വെക്ടർ എങ്ങോട്ടേക്കുള്ള അതിന്റെ പ്രൊജക്ഷൻ കണ്ടുപിടിക്കുന്ന I plus j യിലോട്ടുള്ള പ്രൊജക്ഷൻ. അപ്പൊ ഫോർമുല എന്ത് വരും? അപ്പൊ എന്തിലോട്ടാണോ പ്രൊജക്ഷൻ ഉള്ളത് അതായിരിക്കും ബി. ഇപ്പൊ ഇവിടെ ബി ബാർ എന്ന് പറയുന്നത് ഇതാ, അതിലോട്ടൊക്കെ വന്നേക്കണം പ്രൊജക്ഷൻ. അപ്പൊ ബി ബാർ എന്ന് പറയുന്നതായിരിക്കും I plus j, a bar ഇത്. അപ്പൊ a dot b by mod a ആണ് ഫോർമുല. പ്രൊജക്ഷൻ ഓഫ് a on b bar is equal to പ്രൊജക്ഷൻ ഓഫ് a bar on b bar equal to a dot b bar by mod b. അത്രയും പ്രൊജക്ഷൻ 0. Show that each of the given 3 vectors is a unit vector.
1/7. ഇപ്പൊ യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? മോഡുലസ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? 1 കിട്ടും. അതുപോലെ തന്നെ ഓൾസോ ഷോ ദാറ്റ് ദേ ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ. മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? ഡോട്ട് പ്രൊഡക്റ്റ് എന്തായിരിക്കുള്ളൂ? 0 ആയിരിക്കുള്ളൂ. അപ്പൊ അതും കണ്ടുപിടിക്കാം. എന്താണ് ഇതാണോ? ആ യൂണിറ്റ് വെക്ടർ അല്ലേ? ആണല്ലോ. മൈനസ് കൺസിഡർ ചെയ്യാൻ എന്തിനാടാ? ആ സ്ക്വയർ ആ. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഒരെണ്ണം കാണിച്ചാൽ മതി കേട്ടോ. ഒരെണ്ണം മാത്രം കാണിച്ചു. എ ഡോട്ട് ബി മാത്രം പെർപെൻഡിക്കുലർ ആണ് കാണിച്ചത്. കഴിഞ്ഞ എക്സാം കഴിഞ്ഞാ അടുത്ത ചെയ്താ എന്തേ മറ്റേ മാർക്ക് വന്നാ? മറ്റേന്ന് മാർക്ക് വന്നാന്ന് വെച്ചാ പാസ്സായ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാൻ. ഇവിടെ ഭയങ്കര
ക്വസ്റ്റ്യൻ എനിക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ എനിക്ക് വെക്ടറിന്റെ റിവിഷൻ ആണ് ചെയ്യണം. ഇവാലുവേറ്റ് ദ പ്രൊഡക്റ്റ് 3a bar minus e bar dot 2a bar plus 7b bar. നമ്മൾ സാധാരണ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തേ അതുപോലെ ഓപ്പൺ ചെയ്യുക, അതിന്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം. അപ്പൊ 3a ഇൻറ്റു ഇത് 6a bar ഇൻറ്റു a bar എന്ന് എഴുതാം കേട്ടോ. അതിനുശേഷം മൾട്ടിപ്ലൈ ചെയ്യാം. ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ മതി ഇങ്ങനെ സാധാരണ. ഇനി എ ബാർ ഇൻറ്റു എ ബാർ എന്താ മോഡ് എ സ്ക്വയർ ആയിരിക്കും. ഇത് നമ്മള് മോഡ് എ സ്ക്വയർ എന്ന് എഴുതാം. അല്ലല്ല എവിടെ ഇതല്ലേ 10. ആ ഇവിടെ അല്ലേ ഇതാണോടാ? ആ മറ്റേ 35 അല്ലേ? ഇനി 6a bar dot a bar mod a square എന്ന് എഴുതാം. 6 mod a square പ്ലസ് a ബാറും b ബാറും b ബാർ a ബാർ എന്ത് തന്നെയാ സെയിം ആ. അപ്പൊ നമുക്കത് സബ്സ്ട്രാക്ട് ചെയ്യാം. 2a bar മൈനസ് 10b ബാർ എങ്ങനെ വരും? ആ ഇത് രണ്ടും കൂടി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് നമുക്ക് മൈനസ് 11a bar b bar അല്ല ഇവിടെ പ്ലസ് 21. നിക്ക് 3a മൈനസ് ഞാൻ എഴുതി തെറ്റിപ്പോയാ? ആ ഓക്കെ പ്ലസ് ആ. പിന്നെ മൈനസ് 35a bar b. ലൈൻ ഇക്വേഷനോ? ആ lx പ്ലസ് അതാണോ? ഡയറക്ഷൻ കോസൈൻസ് ആയിരിക്കും. ആ ചാപ്റ്റർ ഇപ്പൊ ചെയ്യാം. റൈറ്റ് ആംഗിൾ ആണ് പോയാ അതിന് പ്രോബ്ലം ഏതാ? ഏത് ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലായില്ല. അടുത്ത ചാപ്റ്റർ അല്ലേ? വെക്ടർ എടുക്കുമ്പോ ചെയ്താ പോരെ? ഇതിപ്പോ കഴിഞ്ഞ ചാപ്റ്റർ. ഇനി മറ്റേതും കൂടെ അല്ലേ ഉള്ളൂ, ക്രോസ് പ്രൊഡക്റ്റ്. അടുത്തത് ഫൈൻഡ് മോഡ് എക്സ് ബാർ for a unit vector a bar such that x minus a bar x plus a bar equal to 12. ഓൾറെഡി യൂണിറ്റ് വെക്ടർ a bar ആണ് തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ മോഡ് എന്തായിരിക്കും? മോഡ്ലെസ് ഓഫ് a bar എന്തായിരിക്കും? വാല്യൂ 1 ആയിരിക്കും. യൂണിറ്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എപ്പോഴും 1 ആയിരിക്കും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, അതിന് നമ്മൾ മോഡ്ലെസ് x കണ്ടുപിടിക്കാം.
ആ എ സ്ക്വയർ ഇതിപ്പോ എന്താ എ പ്ലസ് ബി എ മൈനസ് ബി ഫോം അല്ലേ? ഇനി അങ്ങനെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ അത് തന്നെയല്ലേ വരുള്ളൂ, അത് തന്നെ വരുള്ളൂ. കട്ട് ചെയ്ത് പോകും, കട്ടായി പോകും. root 30. Chemistry. Show that at the show that A of 1 to 7 show that B of 263 and C of 3, 10, -1 are collinear. അപ്പൊ പോയിന്റുകൾ തന്നിട്ടുള്ള പോയിന്റ് കാണുമ്പോൾ നമ്മൾ എപ്പോഴും വെക്ടർ ഫോമിലോട്ട് എഴുതാൻ അറിയാലോ. എങ്ങനെ എഴുതണം? എങ്ങനെ കണ്ടുപിടിക്കും? വെറുതെ ജസ്റ്റ് ഐയും ജെയും കെയും ഇട്ട് കൊടുത്താൽ മതി. ഇപ്പൊ നമുക്ക് കിട്ടിയേക്കണത് എയും ബിയും സിയും ആണ്. അപ്പൊ ഗിവൻ വെക്ടർ എങ്ങനെ വരും? നമുക്ക് എ ബി ബാർ എന്ന് പറയുന്നത് വെക്ടർ പൊസിഷൻ വെക്ടേഴ്സ് എന്തൊക്കെയാ? പൊസിഷൻ വെക്ടേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കണം? ഫസ്റ്റ് നമ്മള് പൊസിഷൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കും. പൊസിഷൻ വെക്ടേഴ്സ് പറയുമ്പോൾ എന്താ? I plus 2j plus 7k. ഇതിന്റെ പൊസിഷൻ വെക്ടർ. ബിയുടെ പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കുക, സിയുടെ പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യണം? കൊളീനിയർ ആണെന്ന് ചോദിച്ചത്. കൊളീനിയർ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം ഈ പോയിന്റുകളെല്ലാം എന്താ? ഒരു ലൈനിലായിരിക്കണം വരുന്നത്. അപ്പൊ എ ബിയും എന്തായിരിക്കണം? എ ബി കണ്ടുപിടിക്കാം. രണ്ട് വെക്ടറിന്റെ സം എടുക്കുമ്പോ മൂന്നാമത്തെ വെക്ടർ കിട്ടണം. അപ്പൊ എ ബി കണ്ടുപിടിക്കാം, എ ബി ബാർ കണ്ടുപിടിക്കുക, ബി സി ബാർ കണ്ടുപിടിക്കുക, എ സി ബാർ കണ്ടുപിടിക്കുക. എ ബി ബാർ കിട്ടിയ പൊസിഷൻ കാരണം ഗിവൻ ഇവിടെ നമുക്ക് പോയിന്റ് മാത്രമേ വന്നിട്ടുള്ളൂ. അത് ആ പോയിന്റ് നമ്മൾ വെക്ടർ ആക്കണ്ടേ, അതിനാണ് പൊസിഷൻ വെക്ടർ എടുക്കണം. പൊസിഷൻ വെക്ടർ എടുക്കാൻ വലിയ പണിയില്ല. ആ ഓരോ ഇതിന് ഐയും ജെയും കൂടെ കൊടുക്കാം. അതന്നെ. എ ബി കണ്ടുപിടിക്കുന്നത് എങ്ങനെ? ബി മൈനസ് എ വെച്ചിട്ട് എ ബി കണ്ടുപിടിക്കാം, ബി സി കണ്ടുപിടിക്കാം, സി മൈനസ് എ വെച്ചിട്ട് കണ്ടുപിടിക്കാം. റൂട്ട് എടുക്കണമെന്നില്ല കേട്ടോ. എ ബി എത്ര കിട്ടിയ റൂട്ട്?
എന്ത് ആ മാഗ്നിറ്റ്യൂഡിന്റെ അല്ലെങ്കിൽ നമുക്ക് രണ്ട് വെക്ടേഴ്സ് എന്നിട്ട് അതിന്റെ സം അല്ലെങ്കിൽ അതിനെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അതിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരും മറ്റേ മൂന്നാമത്തെ. എ ബി എന്ന് പറയുന്നത് ഐ പ്ലസ് 4j മൈനസ് 4k. ഇനി ബി സി എന്താ കിട്ടിയ ഐ പ്ലസ് 4j മൈനസ് 4k. ബി സി രണ്ട് വെക്ടർ ആഡ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ വെക്ടർ കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താ കൊലീനിയർ ആയിരിക്കും. ഇനി 3 വെർട്ടിസസ് വന്നിട്ട് അത് റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ വെർട്ടിസസ് ആണെന്ന് മാഗ്നിറ്റ്യൂഡ് ആദ്യത്തെ മാഗ്നിറ്റ്യൂഡ് എത്ര കിട്ടും? √33. രണ്ടാമത്തെ √33. മൂന്നാമത്തെ എത്ര കിട്ടിയ 130. 2 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ ആണ് കിട്ടിയത്. അപ്പൊ എത്ര കിട്ടും? 64 പ്ലസ് 4 132. അതിനാ ഏതെങ്കിലും എടുത്ത് പുറത്തോട്ട് ഇടാൻ പറ്റുമോ? 2 പുറത്തിടാൻ പറ്റുമോ ഇതിന്? അതിന് നമുക്ക് 4 into സംതിങ് ആക്കി എഴുതാൻ പറ്റുമോ? അപ്പൊ എന്തൊക്കെയാ 33 അല്ലേ? അപ്പൊ √4 into 33 എഴുതാ 2√3 എഴുതാല. അപ്പൊ √33 ആഡ് ചെയ്യുമ്പോൾ 2√3. എത്ര ചെയ്യണ്ട, ഇത് മാത്രം കാണിച്ചാൽ മതി. ഇത് പ്ലസ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ കിട്ടും. ഇങ്ങനെ മാഗ്നിറ്റ്യൂഡ് കാണിക്കണമെന്നില്ല. ഇനി നോക്കിക്കേ, ഇനി 3 പോയിന്റ് വന്നിട്ട് റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ വെർട്ടിസസ് ആണെന്ന് കാണിക്കാൻ എന്ത് ചെയ്താൽ മതി? ആദ്യം പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കുക, പിന്നെന്താ സ്ക്വയർ എടുക്കുക, എ ബിയുടെ സ്ക്വയർ എടുക്കുക, ബി സിയുടെ സ്ക്വയർ എടുക്കുക, എ സിയുടെ സ്ക്വയർ എടുക്കുക. രണ്ടെണ്ണത്തിന്റെ സ്ക്വയർ ആഡ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ കിട്ടണം. സ്ക്വയർ എടുക്കുമ്പോഴാണ് ഡയറക്റ്റ് വെക്ടറിന്റെ സ്ക്വയർ ആക്കാൻ മാഗ്നിറ്റ്യൂഡ് എടുക്കണം. അപ്പൊ വെക്ടർ കണ്ടുപിടിച്ചിട്ട് എന്ത് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ. അടുത്ത് മറ്റേ ഒരു സെക്ഷൻ ഉണ്ട്. ഇനി ക്രോസ് പ്രൊഡക്റ്റ് എന്തായിരുന്നു? അപ്പൊ അതില് ക്രോസ് പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ഉണ്ട്. അതായത് എ ക്രോസ് ബി എങ്ങനെ കണ്ടുപിടിക്കണത്? ഐയും ജെയും കെയും ഇട്ട് കൊടുക്കാം മുകളില്. പിന്നെന്താ A1 A2 A3 എഴുതാ, B1 B2 B3 എഴുതാ. എന്ത് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. അതായത് എ ക്രോസ് ബി ഈക്വൽ ടു എന്ത് വരും? ഐ ജെ കെ A1 A2 A3 B1 B2 B3 എല്ലാം എന്ത് വെച്ച്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു പ്രോബ്ലം ചെയ്തേ. ഫൈൻഡ് മോഡുലസ് എ ക്രോസ് ബി, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി. A bar is equal to 2i plus j plus 3k. B bar equal to 3i plus 5j minus 2k. അപ്പൊ എ ബാറിന്റെ ഐക്ക് നേരെയുള്ളത് ഐ ജെ കെ. ഓരോന്നിന്റെ ഐ താഴെ എഴുതുക. ഐയുടെ കോർഡിനേറ്റ്സ് ഐയുടെ കോളത്തിൽ തന്നെ എഴുതുക, ജെയുടെ കോർഡിനേറ്റ് ജെയുടെ തന്നെ എഴുതുക. എന്നിട്ട് ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചാൽ.
കിട്ടിയാ റൂട്ട് 17 സ്ക്വയർ 13 സ്ക്വയർ വെക്ടർ മൈനസ് 17i പ്ലസ് 13j പ്ലസ് 7k. അടുത്തത് ഫൈൻഡ് എ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ഈച്ച് ഓഫ് ദി വെക്ടർ. രണ്ട് വെക്ടർ വന്നിട്ടുണ്ട്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കണം. അപ്പൊ രണ്ടിനെ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുക. പിന്നെ എന്താ ചെയ്യേണ്ടത്? യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ അറിയാലോ. അപ്പൊ ഒരു വെക്ടർ കിട്ടും നിങ്ങൾക്ക്. അതിന്റെ യൂണിറ്റ് വെക്ടർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇപ്പൊ എ ബാറാ കിട്ടുന്നെങ്കിൽ എ ബാർ ബൈ മോഡ് എ ആയിരിക്കും യൂണിറ്റ് വെക്ടർ. ആ കിട്ടിയതിന്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാം. പെർപെൻഡിക്കുലർ ആണ് കാണിക്കുന്നത്. പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടർ കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കണം. രണ്ട് വെക്ടേഴ്സ് വന്നിട്ടുണ്ട്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വേറെ വെക്ടർ. ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുക രണ്ട് വെക്ടറിന്റെ. അപ്പൊ ഫൈൻഡ് യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ഈച്ച് ഓഫ് ദി വെക്ടർ എ ബാർ പ്ലസ് ബി ബാർ ആൻഡ് എ ബാർ മൈനസ് ബി ബാർ. അപ്പൊ എ പ്ലസ് ബി ബാറിനും എ മൈനസ് ബി ബാറിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ വേണം കണ്ടുപിടിക്കാൻ. അപ്പൊ എ ബാർ ഈക്വൽ ടു എന്താ? I plus j plus k and b bar equal to I plus 2j plus 3k. ക്വസ്റ്റ്യൻ ഇതാണ്, ഈ രണ്ട് വെക്ടേഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതാ. അപ്പൊ എ പ്ലസ് ബി ബാറും എ മൈനസ് ബി ബാറും കണ്ടുപിടിക്കാം, എന്നിട്ട് വേണം അതിന്റെ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കാൻ കേട്ടോ. I plus j plus k, I plus 2j plus 3k. പുതിയ ഈ എ പ്ലസ് ബി ബാർ ക്രോസ് എ മൈനസ് ബി ബാർ ആണോ? അതിന്റെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കാം. ഇത് ആരൊക്കെ എ ബാറിനെ ബി ബാറിനെ ക്രോസ് പ്രോഡക്റ്റ്? ആ തോന്നി എനിക്ക്. മൈനസ് 2i പ്ലസ് 4j മൈനസ് 2k. ഇനി അതിന്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാം. യൂണിറ്റ് അപ്പൊ ആ വെക്ടറിന് സി ബാർന്ന് കൊടുക്കും. എങ്ങനെ യൂണിറ്റ്? ആ സി ബാർ ബൈ മോഡ് സി മൈനസ് 2i പ്ലസ് 4j മൈനസ് 2k. മൈനസ് ഐ മൈനസ് എ മൈനസ് 2k. അടുത്തത് ഇപ്പൊ കെമിസ്ട്രി ക്ലാസ് ക്ലിയർ ചെയ്യില്ലേ? ആ
എങ്ങനെയുണ്ട് എന്നിട്ട് കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ എങ്ങനെയുണ്ട്? അതെനിക്ക് തോന്നുന്നു നീ ചിലപ്പോ ഫുള്ള് പഠിച്ചിട്ട് പോയി നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ടാവില്ല. പിന്നെ ആ സമയത്ത് ഓരോ ചാപ്റ്റർ വെച്ചിട്ടല്ലേ പഠിക്കണം? അപ്പൊ ഇനി അടുത്തെപ്പോഴും എക്സാം കഴിഞ്ഞു? അല്ല ഞാൻ അറിയില്ല ഇത്രോ എക്സാം നടന്നിട്ട് എന്ത് കിട്ടാൻ ഇവര്. എനിക്ക് നിങ്ങളുടെ സ്കൂളിൽ ഏറ്റവും ചെയ്ത് തെറ്റെന്ന് വെച്ചാൽ ഫസ്റ്റ് തുടങ്ങി ഇങ്ങനെ എക്സാം വെച്ചിട്ട് പിള്ളേരെ ആവശ്യമായിട്ടിട്ട് ഇത് ചെയ്യണം. അതിനു വേണ്ടി പഠിക്കും. അപ്പൊ ആ ചാപ്റ്റർ നമ്മളങ്ങ് കളയണേ മൊത്തത്തില്. എങ്ങനെയെങ്കിലും ആ പരീക്ഷയ്ക്ക് ജയിക്കണം എന്നുള്ള ഒരു ഒറ്റ മെന്റാലിറ്റിയിലാണ് പഠിക്കുന്നത്. പക്ഷെ ഈ ക്വസ്റ്റ്യൻസ് ഒന്നും ആയിരിക്കില്ല ലാസ്റ്റ് ചോദിക്കുന്നത്. കിട്ടിയാ? നിങ്ങൾ ഓരോ ചാപ്റ്റർ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്തുള്ള മെയിൻ ടോപ്പിക്സും ഫോർമുലാസ് ഒക്കെ ഒരു പേപ്പറിൽ എഴുതി വെക്കും. എന്നിട്ട് അത് പഠിക്കണം. ലാസ്റ്റ് റിവൈസ് ചെയ്യാൻ നല്ല. ലാസ്റ്റ് ഇതൊന്നും ചെയ്ത് നോക്കാൻ സമയം കിട്ടില്ല നമുക്ക്. തലേ ദിവസം എനിക്കൊന്ന് ഗ്യാപ്പ് കിട്ടും. എക്സാമിന്റെ ഇടയ്ക്ക് കൂടിപ്പോയി 2 ദിവസം കിട്ടുമായിരിക്കും. ബോർഡ് എക്സാമിന്റെ ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടോ? മാത്സിന് ഗ്യാപ്പ് ഉണ്ടല്ലേ? അല്ല എന്നാലും എല്ലാം ചെയ്തു നോക്കാൻ പോസിബിൾ അല്ല. അപ്പൊ ഇങ്ങനെ ക്ലാസ്സിൽ ഇരുന്ന് ട്യൂഷൻ ക്ലാസ്സിൽ അങ്ങനെയൊക്കെ ചെയ്തൊരു ഓർമ്മ ഉണ്ടാവും നമുക്ക്. പിന്നെ ആ എന്നുവെച്ചാൽ എന്താ ചെയ്യേണ്ടത്, എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളൊരു സ്റ്റാർട്ടിങ് ട്രബിൾ വരും. കിട്ടിയത് എത്ര കിട്ടി? റൂട്ട് 24 ആണ് കിട്ടിയത്. മോഡ് സി. അതിന് നമുക്ക് വേണമെങ്കിൽ ഇനിയിപ്പോ അതിനെ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ആക്കാൻ നിൽക്കണ്ട. ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം, കണ്ടുപിടിക്കാം. ഇനി റൂട്ട് 24 നമുക്ക് 4x6 എഴുതാം. പിന്നെ 4 പുറത്തെടുക്കാം. അതൊക്കെ അറിയാലോ. 2 റൂട്ട് 6 അറിയാം. പിന്നെ ആ സി വെച്ച് ഡിവൈഡ് ചെയ്യാൻ മറന്നു കൊടുത്തു കേട്ടോ. -1/√6 ആയി. ആ 2 കൊണ്ട് കട്ടായി പോയിട്ട് അങ്ങനെ പോഞ്ചിട്ടാ. അതൊന്നും വേണ്ട. ഇനി ഫൈൻഡ് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഹാവിംഗ് 3 പോയിന്റ്സ്. 3 പോയിന്റ് ഉണ്ടാവും. അതിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിരിക്കും ചോദിച്ചേക്കണം. അപ്പൊ വെക്ടറിൽ നിന്നാണ് അത് ഐഡന്റിഫൈ ചെയ്യാട്ടോ. അപ്പൊ ഫൈൻഡ് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഹാവിംഗ് 3 പോയിന്റ്സ്. A is equal to 1, 1, 1, B equal to 1, 2, 3, C equal to 2, 3, 1 as its vertices. 2, 3, 1. അപ്പൊ പോയിന്റ്സുകൾ മാത്രമുണ്ട്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഏരിയ കണ്ടുപിടിക്കണം. അപ്പൊ AB കണ്ടുപിടിക്കാം, AC കണ്ടുപിടിക്കാം, ABയും ACയും കണ്ടുപിടിക്കാം. എന്നിട്ട് ഹാഫ് നമ്മുടെ വലിയ ഫോർമുല തന്നെ ഹാഫ് BH ഇല്ലേ, ആ ഫോർമുല. അപ്പൊ AB ബിയാ, അതായത് എ ബേസും ഇതും ഇതാണെന്നാ. അത് നമുക്ക് കൺഫ്യൂഷൻ വരും. AB 3 പോയിന്റ്സ് AB AC. അപ്പൊ ഒരു പോയിന്റിൽ നിന്ന് തന്നെ AB AC വന്നത് ആ രീതിയിൽ കണ്ടുപിടിച്ച് കിട്ടും. മെയിനായിട്ട് AB AC എടുക്കട്ടെ, അത് ഓർത്തിരിക്കണേ. ഹാഫ് BH ആണ്, ഹാഫ് AB ക്രോസ് AC. അപ്പൊ AB കണ്ടുപിടിക്കുക, AC കണ്ടുപിടിക്കുക ഫസ്റ്റ്. മറ്റേ രീതിയിലാണ് നമ്മൾ അതിന്റെ പോയിന്റ്സ് മാർക്ക് ചെയ്ത് ഡിസ്റ്റൻസ് ഫോമിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ച്. പിന്നെ എപ്പോഴും എക്സാം നിങ്ങളുടെ ഫെബ്രുവരിയാ? 21 ഫെബ്രുവരി. സ്റ്റാർട്ടിങ് ഫിസിക്സാ? എപ്പോ തീരും? മാർച്ച്? അപ്പൊ ഇയാളുടെ ഫസ്റ്റ് ക്ലാസ് വരുള്ളൂ. കമ്പ്യൂട്ടറില് അപ്പൊ നിന്റെ ബയോളജിയോട് കഴിഞ്ഞ എക്സാം?
അതെന്താണോ എല്ലാ എക്സാം മറ്റേരുടെ കോമേഴ്സുകാരുടെ തരണ്ടേ? കോമേഴ്സുകാരുടെ അവരുടെ കമ്പ്യൂട്ടർ നിങ്ങളെ കമ്പ്യൂട്ടർ ഒരുമിച്ചായിരിക്കും. ഐ പി ആണോ? വേറെയാണോ? പിന്നെ ഇതിന് എത്ര ഗ്യാപ്പ്? പിന്നെ ഇതിന് എത്ര ഗ്യാപ്പ് കിട്ടിയെന്ന് വെച്ചാൽ 2 ആഴ്ച? ആ കമ്പ്യൂട്ടർ ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഏതാ ഏതാ? അല്ല എ ബി ക്രോസ് പ്രൊഡക്റ്റാ. ക്രോസ് പ്രൊഡക്റ്റ് മാക്ബോർഡ് ആ ഹാഫ് മോഡ് എ ബി ക്രോസ് എ സി ഡിറ്റർമിനന്റാ. മോഡ് എ ബി ക്രോസ് എ സി ആണ് നമ്മൾ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചത്. ആ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുമ്പോൾ ഐയും ജെയും കെ ഒക്കെ പോകും. അല്ലെങ്കിൽ നിങ്ങൾ ആ ഡിറ്റർമിനന്റ് ഒരു വെക്ടർ അല്ലേ കിട്ടണം, അതിന്റെ മോഡുലസ് എടുത്താൽ മതി. ആ 1/2 റൂട്ട് 21 റൂട്ട് 21 minus 4i plus 2j minus k plus 2j minus k minus k എ ബി എസ് സിയുടെ വാല്യൂടെ കൊടുക്കും. ആ എ ബി ഐ പ്ലസ് 2k അല്ല ജെ പ്ലസ് 2k എ സി ഐ പ്ലസ് 2j 2j അരിന്തിക്ക് എന്തായിട്ട് 2j ആണ് കിട്ടിയ ഏരിയ റൂട്ട് 1/2 റൂട്ട് 21. ഇനി പാരലോഗ്രാമിന് 2 അഡ്ജസ്റ്റന്റ് സൈഡ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഏരിയ കണ്ടുപിടിക്കാനാണെങ്കിൽ 2 വെക്ടേഴ്സ് ഉണ്ട്. 2 പാരലോഗ്രാമിന്റെ ഫോർമുല ഡയഗണൽ വെച്ചിട്ട് കണ്ടുപിടിക്കാനുള്ള ഹാഫ് ഇൻറ്റു d1 ക്രോസ് d2 അല്ലേ ഡയഗണൽസ് വന്നിട്ടുണ്ടെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ആണാ? ചെയ്യണ്ട. ഫൈൻഡ് ഏരിയ ഓഫ് ദി പാരലോഗ്രാം whose adjacent sides is given by the vector a bar equal to ഒരു വെക്ടർ വന്നിട്ടുണ്ട്, b bar equal to വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഏരിയ കണ്ടുപിടിക്കേണ്ടത് a ക്രോസ് b കണ്ടുപിടിച്ചാൽ മതി ഡയറക്റ്റ് കേട്ടാ. a ക്രോസ് b adjacent side is given. If the adjacent side is given, area of the parallelogram is equal to a bar cross b. എങ്ങനെ
അപ്പൊ ക്രോസ് പ്രൊഡക്റ്റ് സീറോ ആണെങ്കിൽ വെക്ടേഴ്സ് എന്തായിരിക്കും? ഡോട്ട് പ്രൊഡക്റ്റ് സീറോ ആണെങ്കിൽ വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ, ക്രോസ് പ്രൊഡക്റ്റ് ആണെങ്കിലോ പാരലൽ ആയിരിക്കും. ഇന്നത്തെ 3D ആണേ. കുറച്ച് റെസ്റ്റ് എടുക്കാം. ഇവൻ ഡയറക്റ്റ് കെമിസ്ട്രി കഴിഞ്ഞിട്ട് അതൊന്ന് പോസ്റ്റ് ചെയ്യണം. കെമിസ്ട്രി കഴിഞ്ഞിട്ട് ഇങ്ങനെ